നമുക്കിന്ന് ചീര നമ്മുടെ ഈ ചീര ഉണ്ടല്ലോ, ചേമ്പ് ചീര തോരൻ വെക്കാൻ നമ്മൾ എടുക്കാൻ പോവുകയാണേ. അപ്പം നമുക്കൊരു 3-4 മൂട് നിൽപ്പുണ്ട്. ദാണ്ടെ നിൽക്കുന്നത്, അവിടെ ഒരു മൂട് നിൽപ്പുണ്ട്. അങ്ങനെ ഒരു 3-4 മൂട് നിൽപ്പുണ്ട്. അപ്പം ഇത് ഞാൻ രണ്ട് എടുത്ത് തോരൻ വെക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് എടുത്താൽ മതി. എടുക്കുന്നുള്ളൂ തണ്ടേ എടുത്ത് നമുക്ക് തോരൻ വെക്കാം. ഈ ചീര കൊണ്ടുവന്ന് കഴുകിയിട്ട് നമ്മൾ നമ്മുടെ ചേമ്പിൻ്റെ ഇതിൻ്റെ ഈ തൊലി, ഇതിൻ്റെ മേലത്തെ പാട അത് നമ്മളിങ്ങനെ ഇളക്കി കളയാം കേട്ടോ. നമ്മൾ കളയണം. നമ്മളിതിൻ്റെ നാരൊക്കെ എടുത്തിട്ട് നമ്മൾ ഇത് ഒന്നിങ്ങനെ കീറിയിട്ട് വേണം അരിയാനേ. ഏതാണ്ട് ഈ ഇലക്കകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ആ ഇത് കണ്ടെങ്കിൽ പോരും. എന്നിട്ട് നമ്മളിതേ മത്തയില കടിക്കത്തില്ലേ, മത്തയില ഇങ്ങനെ നമ്മൾ പറിച്ച് തോരൻ വെക്കാനായിട്ട് നമ്മൾ അടർത്തിയെടുക്കത്തില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ പിച്ചി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് നല്ല ഒതുക്കി പിടിച്ച് നമുക്ക് അരിയാൻ പറ്റും. അപ്പം അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചീര അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് ഒരു ഉള്ളിയും കൂടെ വേണമായിരുന്നു. നമ്മൾ സവാള ഉള്ളി എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ വെക്കാമേ. ഒന്ന് വയണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ശകല ഉപ്പ് അതിനകത്ത് ഇട്ടപ്പോൾ കടുക് തീർന്നു പോയി. അതുകൊണ്ടാണ് കടുക് പൊട്ടിക്കാഞ്ഞത്. കടുകില്ലായിരുന്നേ, ഇനിയിപ്പോൾ കടുക് മേടിക്കണം. കടുകില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ട ഇനി ചീര ഇടുവാണേ. അതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ചീര വാടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇതിനകത്ത് കാണത്തൊന്നും ഇല്ല. ഇത്തിരി കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ചതച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ചതച്ചിരുന്നത് ജീരകം, വെളുത്തുള്ളി, പിന്നെ ഇത് മുളക്, തേങ്ങ, മഞ്ഞളും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അരച്ചിട്ട് തന്നെ. ഞാൻ ചതച്ച് വെച്ചിരുന്നതാണേ. ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഈ ആവിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക. പിന്നെ ഇനി ഉപ്പിടണം. അപ്പം നമ്മൾ ശകലം ഉപ്പിട്ടാൽ മതിയല്ലോ. ഇപ്പം നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല. എന്നിട്ടും കണ്ടോ ചീരയുടെ ആ തണ്ടിൻ്റെ ചീര തോരൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ ഇച്ചിരി എടുത്ത് കഴിക്കും. സാമ്പാർ നമ്മൾ നമ്മുടെ സാമ്പാറും ഉണ്ട്. ഇപ്പം നമ്മൾ വെച്ച് തോരനുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ കുമ്പളങ്ങയും ചൊരക്കയുടെ വെഴുക്ക് വരട്ടിയതാണിത്. കൊത്തി എരിഞ്ഞ് വെഴുക്ക് വരട്ടിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെപ്പോലുള്ളവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകും.